കോളേജ് ജംഗ്ഷനിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പോട്ടിന്റെ റീൽ ഇട്ടപ്പോൾ അതിൽ വന്ന് 700 കമന്റിലും 300 കമന്റും ലക്ഷ്മി ബേക്കറി തൂക്കി. ഇവിടുത്തെ എഗ് പഫ്സിന് ചില്ലറ ഫാൻസ് അല്ല കൊല്ലത്തുള്ളത്. ബേസിക്കലി ഐ ആം നോട്ട് എ മൊട്ട പഫ്സ് ലവർ. അതുകൊണ്ട് എന്റെ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുത്ത് കഴിച്ച് വളരട്ടെന്ന്. ആക്ച്വലി ഐ ആം നോട്ട് എ ലെസ്ബിയൻ, ബട്ട് ഇവള് മൊട്ട പഫ്സ് കഴിക്കുന്നുണ്ടപ്പോ ക്രഷ് അടിച്ചടാ. ഈ 18 രൂപയുടെ എഗ് പഫ്സ് വാങ്ങിച്ചിട്ട് 50 രൂപയുടെ സോസ് ഒഴിച്ച് കഴിക്കുന്ന ടീംസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു കാരണം പൂട്ടിപ്പോയ ബേക്കറികൾക്കും ജപ്തിയായ വീടുകൾക്കും വഴിയാധാരായ കുടുംബങ്ങൾക്കും കണക്കില്ല. ഇങ്ങനെ കുടുംബങ്ങൾ വഴിയാധാരാക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുത്തിട്ട് ഓർപ്പിക്കും. ഇതൊക്കെ മോശാടോ. നന്നായിട്ട് കുഴക്കി. ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൊല്ലം ഫ്യൂരീസ് ആയതുകൊണ്ട് വേറൊന്നും ഞങ്ങൾ ഓർഡർ ചെയ്തില്ല. അടുത്ത ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പോട്ടാണ് ലക്ഷ്മി ബേക്കറിയുടെ തൊട്ടിപ്പുറത്തുള്ള വെജ് വേ. ഇവിടുത്തെ ഇത്രയും വലിയ പ്ലെയിൻ ദോശയ്ക്ക് only 35 റുപ്പീസ്. വയറ് ഭയങ്കരമായിട്ട് നിറയും. എല്ലാവരുടെ ടീമിലും ഈ പുഞ്ച കാണിച്ച് കുഞ്ഞു കളിക്കുന്ന ഒരു കൊച്ചു കാണും. അവർക്ക് നമ്മളിങ്ങനെ വാരിയൊക്കെ കൊടുക്കണം. 10-22 വയസ്സായി മുതുകിക്ക്. അടുത്ത ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പോട്ടാണ് കർബലയിലുള്ള സാൻസ് ബേക്കറി. ഫാത്തിമ കോളേജിലെ ടീംസ് ആണ് ഇവിടുത്തെ ഫാൻസ് എന്ന് തോന്നുന്നു. ഒരുപാട് കമന്റ്സ് സാൻസ് ബേക്കറിക്ക് ഒന്നുണ്ടായിരുന്നു. വയറ് ഫുൾ ആയതുകൊണ്ട് ഞാനൊരു നാരങ്ങ വെള്ളേ പറഞ്ഞോളൂ. നാരങ്ങ വെള്ളത്തിനൊന്ന് റിവ്യൂ പറയാൻ എനിക്കറിഞ്ഞൂടാ. അവിടുന്ന് ഇറങ്ങിയപ്പോൾ അനസ് പറഞ്ഞ് പരുന്ത് യൂറിൻ പാസ് ചെയ്യുന്നെന്ന്. ഇവനെയൊക്കെ നാട് കടത്തണം. പാവപ്പെട്ടവനത് വെള്ളം കുടിക്കുമായിരുന്നു. അടുത്ത ചോദ്യം, പരുന്ത് വെള്ളം കുടിക്കുവോ? എനിക്ക് വയ്യ ഇതിനൊന്നും മറുപടി പറയാൻ. വേറെ വല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പോട്ട് പറയാമെങ്കിൽ കമന്റ് ഇട്ടേക്ക്. പിന്നെ നാഫി ടോക്കി ഫോളോയും കൂടെ ചെയ്തേക്ക്. അപ്പൊ ഇത്രയേ ഉള്ളൂ.